അവണി അരുന്ധതി എത്തിയിട്ടുണ്ട്. നമുക്ക് നാളെ പോയി കാണേണ്ടി വരുവേ. നാളെയോ? നാളെ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മ വന്നിട്ടില്ലേ? ഞാൻ എന്തു പറഞ്ഞു ഇറങ്ങും ചേച്ചി? ഇറങ്ങാൻ പറ്റത്തില്ലെന്നോ? നാളെ 10 മണിക്ക് അവൾ അപ്പോയിൻമെന്റ് തന്നേക്കുന്നേ. ഷാർപ്പ് ടൈമിൽ എത്തിയേ പറ്റുള്ളൂ. ഞാനിപ്പോ എന്ത് പറഞ്ഞു ഇറങ്ങും ചേച്ചി? എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്താലോ? ചെക്കപ്പിന് പോവാന്ന് പറഞ്ഞു പോവാം. ആ കൊള്ളാം. ഞാൻ എന്ത് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയാലും അമ്മ എൻ്റെ കൂടെ വരും. അവിടെ നമുക്ക് അരുന്ധതിയെ പോലെ ഒരു വക്കീല് വേണം. നാളെ അവളെ കാണാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ അവൾ വൈകിട്ട് ഡൽഹിക്ക് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ടെൻഷൻ ആക്കാതെ ചേച്ചി. അതിന് ടെൻഷനൊന്നും ആവണ്ട. ഞാൻ നമ്മുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയോട് കാര്യമെല്ലാം പറഞ്ഞാലോ? ചേച്ചി എന്തേ പറയുന്നത്? ഇതൊക്കെ കൂടെ കേട്ട് എൻ്റെ അമ്മ ചങ്കൂട്ടി മരിച്ചു പോവും. അമ്മയോടൊന്നും പറയാൻ പറ്റില്ല. രാവിലെ മുതൽ ആ അഞ്ചും അങ്ങേരും എന്നെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെയോ കൂടെയാണ് ഞാൻ അതിൽ നിന്നൊന്ന് ഊരി വരുന്നത്. അപ്പോൾ ഇപ്പം എന്തോ വേണ്ടേ? വേറെ വക്കീലെ നോക്കണോ? അങ്ങനല്ല ചേച്ചി, എന്തായാലും നാളെ കാലത്ത് വാ, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി, ഞാൻ കുട എടുത്തു തരാം. വേണ്ട വേണ്ടത് ഇത്ര മതി. അമ്മ കിടക്കാറായില്ലേ? ഞാൻ യശോദാമ്മയുടെ മുറിയിലെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അവിടെ കിടക്കാലോ, അവിടെ ആരും ഇല്ലല്ലോ. എന്തിന്? ഇവിടെ കിടക്കാലോ. അവക്ക് ഒറ്റയ്ക്ക് കിടക്കുന്ന ഇഷ്ടം അല്ലേ മാളു? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഇവളെന്നോട് പറഞ്ഞതേ ഉള്ളൂ അമ്മൂമ്മ എന്റെ കൂടെ കിടക്കുന്നു അല്ലേ മാളു? ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അമ്മയ്ക്ക് ചുമ്മാ ഓരോന്ന് തോന്നുന്നതാ. അതിന് നീ ഇങ്ങനെ വെപ്രാൾപ്പെടുന്ന എന്തിനാ? എടീ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല മോളെ. ഇവിടെ എല്ലാരും നിന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പക്ഷെ നീ ആണെങ്കിൽ എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിലും. അതെന്താടി കാര്യം? ഒരു കാര്യമില്ല. അമ്മ കിടന്നോ? ഞാൻ കിടന്നോളാം, നീ വയ്ക്കോ. ഞാനെവിടെ പോവാൻ? എവിടെ പോവാനെന്നോ? നീ മോഹന്റെ റൂമിലല്ലേ കിടക്കുന്നത്? അങ്ങോട്ടേക്ക് പൊക്കോളാൻ. പോയി കിടക്കുവച്ചേ. ആ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ആ, കിടക്കണ്ടേ? എന്റെ മോഹന, നിന്നെ സമ്മതിക്കണം. എങ്ങനെയാടാ നീ ഇവിടെ സഹിക്കുന്നത്? ഹേയ്, ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു കുറുമ്പായിട്ടേ എനിക്ക് തോന്നുള്ളൂ. അല്ല അവണി? ഞങ്ങളെന്നാ കിടക്കട്ടെ അമ്മ, രാവിലെ ഓഫീസിൽ പോകാനുള്ളതാണേ. ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നറിയോ? പോയി കിടക്കടി. അമ്മ പറഞ്ഞ കേട്ടില്ലേ? വാ കിടക്ക, വാ അവണി. എനിക്ക് നാണം ഉണ്ടോടോ? ഇല്ല. എന്താ അവണി? ആ നാണം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കൂട്ടുകിടക്കാൻ വിളിച്ചിരിക്കുന്നു. ഞാൻ വിളിച്ചോടെ നീ വന്നെന്തിനാ? നിനക്ക് നിന്റെ അമ്മയോട് പറയാൻ പാടില്ലേ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന്? അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ രണ്ട് മുറിയിലെ കിടക്കണം കൂടെ പറ. അതോ ഇനി ഞാൻ പറയണോ? നിങ്ങൾ വെറുതെ മനുഷ്യരെ പ്രാന്ത് പഠിപ്പിക്കരുത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവണേ. നീ നിന്റെ അമ്മയോട് സത്യം പറയാൻ പറ്റാതെ ഇങ്ങനെ ചക്രശ്വാസം വലിക്കുന്നത് എനിക്ക് കാണണം. താൻ പോയി കിടന്ന് ഉറങ്ങിയേ. നീ വരുന്നില്ലേ? എന്താ ഒരു സുഖം.